പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് പ്രചരണത്തിനു വേണ്ടി വന്ന അവസരത്തിൽ പാലക്കാട്ടെ MLA കുറിച്ച് പരാമർശിച്ചിരുന്നു. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ കുടുക്കിലായ വിഷയങ്ങളാണ് അദ്ദേഹം അവിടെ പരാമർശിച്ചത്. അന്ന് ചുരുക്കു തുടങ്ങിയതാണ് ചില ആൾക്കാർക്ക്. എന്തായാലും നാട് നീളെ പെണ്ണു പിടിച്ച് നടക്കുന്ന മോശമായ പ്രവൃത്തി ഉണ്ടല്ലോ, അത്രമാത്രം മോശം പ്രവൃത്തിയൊന്നും ശോഭാ സുരേന്ദ്രൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ശോഭാ സുരേന്ദ്രനെ ആദ്യമായല്ല പാലക്കാട് കാണുന്നത്. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അവസരത്തിൽ ശോഭയുടെ ആസ്തി ചോദ്യം ചെയ്ത സാഹചര്യമുണ്ടായി. അന്ന് അഗ്നിസ്ഫുരിക്കുന്ന ചുട്ട മറുപടി നൽകി മാധ്യമക്കൂട്ടങ്ങളുടെ വായടപ്പിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ 4 സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന ഒരു മകനുണ്ട് തനിക്കെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് 2 പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. തന്റെ 2ാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ട് എന്നും അവനും പ്ലേസ്മെന്റിലൂടെ ജോലി കിട്ടിയ ആളാണെന്നും ആ അവസരത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടെ മാധ്യമപ്രവർത്തകർക്ക് മിണ്ടാട്ടം മുട്ടി. മാധ്യമപ്രവർത്തകർ ആദ്യമായല്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്. കഴിഞ്ഞ ദിവസം പാവം ആ സ്ത്രീയെ കടിച്ചു കീറുകയായിരുന്നു ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ. എന്തറിഞ്ഞിട്ടാണ്? ഒരാളെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ എത്രമാത്രം മോശമായ രീതിയിലാണ് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം അവരുടെ ആ ഒരു റീച്ച് കൂട്ടാനുള്ള ആ ഒരു ആക്രാന്തം കാണിച്ചത്. അങ്ങനെ തന്നെ പറയണം, റീച്ച് കൂട്ടാനുള്ള ആക്രാന്തം. സമ്മതിക്കൂ, സമാധാനമായി അവരെ സംസാരിക്കാൻ സമ്മതിക്കൂ. ഒരു സ്ഥാനാർത്ഥി എന്ന ബഹുമാനം കൊടുക്കൂ. ഏതോ ഒരു വഴിയെ പോയ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ആരുടെ ഏത് ചാനലാണ് എന്നൊന്നും അറിയില്ല, ഒരു പെൺകുട്ടി വളരെ മോശമായിട്ടാണ് ആ സ്ത്രീയോട് ശോഭാ സുരേന്ദ്രനോട് സംസാരിച്ചത്. മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ണാനും എടുക്കാനും കാര്യമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്റെ 2 കുട്ടികളുടെ അത്യധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മ എന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചായിരുന്നു താൻ ആലപ്പുഴയിൽ നിന്നത് എന്ന്. അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അവരെ തളർത്താൻ നോക്കരുത്. താൻ എന്നും കൂലിപ്പണിക്കാരിയായിട്ട് തുടരണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പ്രചരണ സമയത്ത് ചോദിച്ചത്. നാമനിർദ്ദേശ പത്രികയിൽ ശോഭയുടെ ആസ്തി 1.95 കോടിയാണ് എന്ന് കണ്ടപ്പോൾ അത് സംബന്ധിച്ച് വന്ന ചോദ്യങ്ങളിലായിരുന്നു അത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ആ ശോഭാ സുരേന്ദ്രനെ അപമാനിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഏറ്റവും മനോഹരമായി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്തു എന്നത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. ശോഭാ സുരേന്ദ്രൻ വിജയം ഉറപ്പിച്ചിരിക്കുക തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് ആ സമയത്ത് 30,000 വോട്ടിന് താൻ ജയിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് വീട്ടിലെ അംഗത്തെ പോലെയാണ് ശോഭാ സുരേന്ദ്രൻ. ആര് കുറ്റം ചെയ്താലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പാലക്കാട്ടെ വോട്ടർമാർക്കും അറിയാം. മോദിക്കുള്ള വോട്ടാണ് ജനങ്ങൾ എനിക്ക് നൽകുക എന്ന് ശോഭ വീണ്ടും വീണ്ടും പറയുന്നു. എന്തായാലും പാലക്കാട്ട് വോട്ടർക്ക് ND പ്രതിനിധികൾ പണം നൽകിയെന്ന ആരോപണത്തിൽ പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് പിന്തുണയുമായി തൃക്കാക്കര ND സ്ഥാനാർത്ഥി അഖിൽ മാരാരും രംഗത്ത് വന്നിരുന്നു. അഖിൽ പറയുന്നതാണ്, പാലക്കാട് വോട്ടിന് പണം നൽകിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടു. വിഡ്ഢികളെ ലോകത്താരെങ്കിലും പണം കൊടുത്ത് വോട്ട് നേടുന്ന പരസ്യമായിട്ടാണോ എന്നായിരുന്നു അഖിലിന്റെ പ്രതികരണം. ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി പല വീടുകൾ കയറിയിറങ്ങുമ്പോൾ കണ്ണീരോടെ ദുഃഖങ്ങൾ പറയുന്ന കുടുംബാംഗങ്ങളെ കാണുമ്പോൾ അവരെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടി നേതാക്കൾ എന്നോട് പറയും. സത്യത്തിൽ ദേഷ്യമാണ് വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ വോട്ട് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് സാധിക്കില്ല. നാളിതുവരെ അവരെ പറഞ്ഞു പറ്റിച്ച നാറികളുടെ വാക്ക് വിശ്വസിച്ച് ജീവിതമില്ലാതെ പോയ കുറെ മനുഷ്യർ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനാണ് ഈശ്വരൻ എന്നെ പഠിപ്പിച്ചത്. ഒരുവൻ നമ്മോട് അവന്റെ വിഷമം പറയുമ്പോൾ ഉപദേശം കൊടുക്കാനല്ല, മറിച്ച് ആ വിഷമത്തിന് എന്ത് പരിഹാരം കൊടുക്കാൻ കഴിയുമെന്നതാണ് എന്റെ ചിന്ത. വോട്ട് ചോദിച്ചു പോയപ്പോൾ തന്റെ ദുരിതം പറഞ്ഞ ഒരു പാവത്തിന്റെ അവസ്ഥ കേട്ട് ആരെങ്കിലും സഹായിച്ചാൽ അതൊരു മഹാപരാധമായി ഈ രാജ്യത്ത് മാറുന്നെങ്കിൽ ആ അപരാധത്തിന് കാരണക്കാർ ഇന്നലെ വരെ ഈ പാവങ്ങളുടെ ദുരിതം വിറ്റുനിന്ന ഇടതനും കോൺഗ്രസും ഒക്കെയാണ് എന്ന് അഖിൽ പറയുന്നു. നിയമം തെറ്റുകാരിയാക്കുമായിരിക്കും, നീതി അതിനെ ശരിവെക്കുമെന്നും അഖിൽ കൂട്ടിച്ചേർത്തു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ജനതയുടെ ശബ്ദമായി തനിക്കൊപ്പം നിയമസഭയിൽ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ എത്തുമെന്ന കാര്യത്തിൽ പാലക്കാട്ടുകാർക്കും സംശയമില്ല. പാലക്കാട്ടെ ജനങ്ങൾ തന്നെ ഈ വിഷയത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിക്കും. ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ കളികൾ കളിച്ചാലും ഇത് ശോഭാ സുരേന്ദ്രന് തന്നെയായിരിക്കും ഇത്തവണ പാലക്കാട്ടെ സീറ്റ് കിട്ടുക എന്ന് അവിടുത്തെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 10-ാം തീയതി കഴിയട്ടെ, തനിക്ക് ചില കളികളൊക്കെ കളിക്കാനുണ്ട് എന്ന്. ചില തെളിവുകൾ കാണിച്ച് ചില മുഖംമൂടികൾ വലിച്ചു കീറാനുണ്ട് എന്ന്. എന്തായാലും നമുക്കും കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.